ഐ എം ഓപ്പൺ ടു പീപ്പിൾ. പക്ഷേ പലരും എന്നോട് അത് തെറ്റായ പ്രവണതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും അത് മുതലെടുത്തിട്ടുണ്ട്. അതെനിക്കറിയുകയും ചെയ്യാം. ഞാനത് അറിഞ്ഞായിട്ട് ഭാവിക്കാറില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതൊരു തെറ്റായ പ്രവണതയായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. കാരണം ബീയിങ് ഹ്യൂമൻ ആണ് ബീയിങ് ഓപ്പൺ ടു പീപ്പിൾ. അതിന് തക്കതായ കാരണമുണ്ട്. കാരണം ലോങ് റണ്ണിൽ അതെപ്പോഴും നമുക്ക് ബെനിഫിറ്റ് ചെയ്യത്തുള്ളൂ. അതായത് നീയായിട്ടിരിക്കുന്നിടത്തോളം കാലം നിനക്കൊരു കുഴപ്പവും സംഭവിക്കരുത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രൂപ്പിൽ കയറി, ഒരു ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു ഗ്രൂപ്പിൽ, പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആരും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് മെസ്സേജ് ചെയ്തതുപോലെ നല്ല അവൈലബിളാണോ, അതിങ്ങനെ നിങ്ങളെല്ലാം പ്രോ പ്ലേയേഴ്സ് ആണോ, ഒത്തിരി വിളിച്ചിട്ട് ഞാൻ പോകാമെന്നല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോയെന്നല്ല, പ്രോ ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയെന്നല്ല, എന്നാലും ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് കൂടി. പക്ഷേ ഞാൻ ചാറ്റ് ചെയ്ത് ഒരു ചേട്ടൻ മാത്രമേ പുറത്തായിട്ട് ഗ്രൂപ്പിൽ തന്നെയാണ്. പക്ഷേ പുള്ളി മാത്രമേ ഓപ്പണായിട്ടോട് സംസാരിച്ചുള്ളൂ ഗ്രൂപ്പിൽ. വേറെ പലരും ബിസി ആയിരുന്നായിരിക്കും അതായിരിക്കണം കാര്യം എന്ന് ഞാൻ ഗസ് ചെയ്തു. കാരണം അതുപോലത്തെ ഇടപാടായിരുന്നു അവർ വന്നവർ. അപ്പോൾ ഞാനങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ ചെന്ന സമയത്ത് വേറൊരു ചേട്ടൻ എന്നെ ഗ്രീറ്റ് ചെയ്തു. നിയോഗല്ലേ എന്ന് ചോദിച്ച് ഗ്രീറ്റ് ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് എന്നെ അറിയാമോ, ഞാൻ ഇത്ര ഫേമസ് ആണോ അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അവിടെ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട്, അല്ലെ അവിടെ ഇവിടെയൊക്കെ പരിപാടിക്ക് പോയിട്ടുള്ളതുകൊണ്ട് ഇനി അങ്ങനെ വല്ലതും പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാം അറിയത്തില്ല, എന്നെ ആദ്യമായിട്ട് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിച്ചു. ആ വൈബ് എന്ന് പറഞ്ഞാൽ 4 പേരെ കണ്ടു. 4 പേരും ഒരേപോലെ വൈബ്. നേരത്തെ എന്നെ അറിയാവുന്ന ഒരു രീതി തന്നെയാണ് അവരെന്നോട് പെരുമാറിയത്. അതെനിക്ക് എന്നാ ഞാനത് കഴിഞ്ഞ് ചോദിച്ചു, ആ ചേട്ടനോട് ചോദിച്ചു, ആദ്യം സംസാരിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോഴേ അങ്ങനെ അങ്ങ് ഗ്രീറ്റ് ചെയ്തു, എനിക്ക് ഒരു നേരത്തെ പരിചയമുള്ള പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്ക് നിന്നെ ആ ഒരു വൈബ് വന്നെന്ന് തോന്നുന്നു, എനിക്ക് ആ വൈബ് ഫീൽ ചെയ്തു, അങ്ങനെ സംസാരിച്ചു, ആ സെയിം വൈബ് നിന്നെ കളിക്കാതെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓപ്പണായിട്ട് ഗ്രൂപ്പിൽ സംസാരിച്ച്, ഞാൻ മനുഷ്യനായിട്ട് തന്നെ സംസാരിച്ചു. ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ മനുഷ്യനായിട്ട് തന്നെ ഗ്രൂപ്പിൽ സംസാരിച്ച് ആ ഒരു സെയിം വൈബിൽ ആ ചേട്ടൻ റിപ്ലൈ തന്നില്ലേ പോലും ആ ചേട്ടന് എൻ്റെ വൈബ് കിട്ടി. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് എന്ന് ആ ചേട്ടന് പിടികിട്ടിയതുകൊണ്ടാണ് ആ ചേട്ടൻ ആ രീതിയിൽ എന്നോട് സംസാരിച്ചത്. ഞാൻ ആദ്യമായിട്ട് ആ ചേട്ടൻ്റെ മറ്റേ ചേട്ടൻ്റെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ, ആ ടീമിലോട്ട്, ആ ഹോളിലോട്ട് ചെന്നത്. കാരണം എനിക്ക് വഴി കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെന്നപ്പോൾ ഈ ചേട്ടനവിടെ കളിച്ചുകൊണ്ടിരിക്കുക അവർ 4 പേര്. അതിനിടയ്ക്ക് തന്നെ ഗ്രീറ്റ് ചെയ്ത് ഈ പുള്ളി, നിയോഗല്ലേ എന്ന് ചോദിച്ച് ഗ്രീറ്റ് ചെയ്തു. അപ്പം ഞാൻ പറയുന്നതല്ല, നമ്മൾ മനുഷ്യനായിട്ട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ മനുഷ്യൻ നമ്മളോട് ഇടും. അതൊരു സംശയവുമില്ല. നീ എന്ത് കൊടുക്കുന്നു അത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടും. ബൈബിളിൽ എഴുതിയ കാര്യം മനസ്സിലാകും. നീ വിധിക്കുന്നത് നീ കൊയ്യത്തുള്ളൂ. അതിന് കൃത്യമായ ഉത്തരവാണ് കിട്ടിയിരുന്നത്. വേറെ ഒന്നുമില്ല, ബീയിങ് ഓപ്പൺ ഒരു നെഗറ്റീവ് അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ബീയിങ് ഓപ്പൺ ഈസ് എ പോസിറ്റീവ് തിങ്. കാരണം ഇൻ കേസ് നിനക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവർ പറയും അവനങ്ങനൊന്നുമല്ല, അവൻ നമ്മുടെ ആളാന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞേക്കും. മനസ്സിലായി, അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നതല്ല, ഒരു കാരണവശാലും ആൾക്കാർ നിങ്ങളെ ഓപ്പണായിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചെവിക്കട കയറ്റി അപ്പുറം വഴി വിട്ടേക്കുക. മൈൻഡ് ചെയ്യേണ്ടതില്ല. നീയായിട്ടിരുന്നാൽ മതി. നാളെ നിനക്ക് അതുകൊണ്ട് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നിനക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ട് കിട്ടത്തുള്ളൂ.